പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 68:19. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾത്തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദാവീദിൻ്റെ സങ്കീർത്തനമാണിത്. ജീവിതത്തിൻ്റെ കൈപ്പേറിയ രംഗങ്ങളിലും ദാവീദിൻ്റെ വായിൽ നിന്ന് ഉയരുന്ന പാട്ടുകൾ നമുക്ക് കേൾക്കാം. ഒരു ദൈവത്തിൻ്റെ മുഖമുദ്രയാണ് പ്രശ്നങ്ങളുടെ മധ്യത്തിലും പാട്ടുപാടുക എന്നുള്ളത്. എപ്പോഴും സന്തോഷിപ്പീൻ എന്നാണ് ദൈവത്തിന് നമ്മോടുള്ള ആഹ്വാനം. നമ്മുടെ രക്ഷയാകുന്ന ദൈവം എന്ന പ്രയോഗം ഇവിടെ കാണുന്നതുകൊണ്ട് ദൈവവുമായുള്ള ദൈവവൈതലിൻ്റെ അടുപ്പത്തെ കാണിക്കുന്നു. ജാതികൾ ദൈവത്തെ ഭയത്തോടെ മാറി നിന്ന് വീക്ഷിക്കുമ്പോൾ നമുക്കടുത്ത് ചെന്ന് ദൈവം നമ്മുടേതാണെന്ന് ശങ്കയന്യെ സന്തോഷത്തോടെ നമുക്ക് പാടുവാൻ കഴിയുന്നു. ദൈവം നമ്മുടേതും നാം ദൈവത്തിൻ്റേതുമാണ്. പാപം നമ്മുടെ പ്രാഗൽഭ്യം നഷ്ടപ്പെടുത്തി ദൈവത്തിലുള്ള സന്തോഷം ചോർത്തിക്കളയാതിരിപ്പാൻ നാം വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. ഇവിടെ നാം കാണുന്നു, ദൈവം തൻ്റെ ജനത്തിന് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ നമുക്ക് ദർശിക്കാം. ഒന്ന്, നമ്മുടെ രക്ഷയായി കർത്താവ് വർത്തിക്കുന്നു. നമ്മുടെ ദൈവം ശത്രുക്കളുടെ അഗ്നി അസ്ത്രങ്ങളിൽ നിന്നും പൈശാചികമായ തന്ത്രങ്ങളിൽ നിന്നും നമ്മെ പരിപാലിക്കുന്നു. അനുഭവങ്ങളുടെ പിൻബലത്തിൽ ദാവീദ് ഉച്ചത്തിൽ ഉദ്ഘോഷിക്കുവാനിടയായിത്തീർന്നത് ഇപ്രകാരമാണ്: കൂടെ നിന്നവർ തള്ളിക്കളഞ്ഞപ്പോൾ, ശത്രുക്കൾ വർദ്ധിച്ചപ്പോൾ, സിംഹാസനം വിട്ടോടേണ്ടി വന്നപ്പോൾ ദൈവം അവന് തുണയും കോട്ടയും ശൈലവും പാറയും രക്ഷയും ആയിരുന്നു. ഒരു ദൈവത്തിന് ശരിയായ ദൈവത്തിൽ ആശ്രയം വെച്ചാൽ ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ കരുതലുകൾ അവന് അനുഭവിക്കുവാൻ കഴിയും. രണ്ടാമത്, ദൈവം നാൾത്തോറും ഭാരങ്ങളെ ചുമക്കുന്നു. ഈ ലോകത്തിൽ തീർച്ചയായും ദൈവമക്കൾ ഭാരങ്ങൾ ഉള്ളവരാണ് എന്ന് ഉള്ള കാര്യം നാം മറന്നു പോകരുത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഭാരങ്ങൾ ചുമലിൽ അധികമാകുമ്പോൾ കർത്താവ് നമ്മളോട് പറയും, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. 2 കൊരിന്ത്യർ 12:9. നമ്മുടെ ബലഹീനത ഏറുമ്പോൾ അവിടുന്ന് ശക്തി നമ്മിൽ വർദ്ധിപ്പിക്കുന്നു. ആ ബലത്താൽ നമുക്ക് വിജയകരമായി ഓട്ടം തികയ്ക്കുവാൻ കഴിയും. കാരണം നമ്മുടെ ബലമല്ല, അവിടുത്തെ ബലം നമ്മെ ഏത് ദുഃഖത്തെയും മറികടക്കുവാൻ പ്രാപ്തരാക്കുന്നു. ഭാരങ്ങൾ വഹിക്കുന്ന ആൾ ശക്തനായിരിക്കണം. നമ്മുടെ ദൈവം സർവശക്തനാകിയാൽ നമ്മുടെ ഭാരങ്ങൾ ചുമക്കുവാൻ അവിടുന്ന് പ്രാപ്തനാണ്. അതുകൊണ്ട് ആ കർത്താവിൽ ദിനംതോറും ആശ്രയിച്ച് കർത്താവിൽ തന്നെ ആശ്രയം വെച്ചുകൊണ്ട് മുൻപോട്ട് പോകാം. നമ്മുടെ ഭാരങ്ങൾ കർത്താവ് ചുമക്കും.